എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാവുന്ന ലളിതമായൊരു പരിഹാരത്തെ പറ്റിയാണ് പറയുന്നത്. ഈ പരിഹാരം കടബാധ്യത അനുഭവിക്കുന്നവരും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ ഒരു പരിഹാരമാണ്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതയും ഇല്ലാതാവുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു പ്രതിസന്ധിയും മറികടക്കുവാൻ സാധ്യമാവുന്നത് ദൈവിക ആരാധനയിലൂടെ മാത്രമാണ്. വരാഹി ദേവി എന്ന വിശ്വപ്രപഞ്ചത്തിലെ ദൈവീക ചൈതന്യം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വരുന്ന എല്ലാ ദുരിതങ്ങളെയും വരാഹി ദേവി സ്തംഭിപ്പിക്കുകയും ചെയ്യുന്നു. വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും പരിഹാരങ്ങളും വരാഹി ദേവിയെക്കുറിച്ചുള്ള മാഹാത്മ്യങ്ങളുമാണ് ഈ ചാനലിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. വരാഹി അമ്മയ്ക്ക് മുൻപിൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന സമർപ്പിച്ചാൽ ദേവി നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് ആഗ്രഹിക്കുന്നതെന്തും സാധ്യമാക്കി തരുന്നു. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ പെടുന്നവർ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചു നോക്കൂ. ധനപരമായ ഉയർച്ച നമ്മളിൽ നിറച്ച് എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹാരവും ദേവി കാണിച്ചു തരും. ദേവിയുടെ അതുല്യമായ പ്രഭാചൈതന്യം നമുക്കും നമ്മുടെ കുടുംബത്തിലും നിറഞ്ഞു നിൽക്കും. വെള്ളിയാഴ്ചകളിലും പൗർണമി ദിവസങ്ങളിലും വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്തോടെ ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ മഞ്ഞൾ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ പരിഹാരമാണിത്. വരാഹി ദേവിക്ക് മുൻപിൽ ഈ ഒരു പരിഹാരം ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. എത്ര വലിയ കടക്കണിയിൽ നിന്നും മുക്തരാകുവാനും സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞ ലളിതമായ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പരിഹാരമാണിത്. കടം, രോഗം തുടങ്ങിയ കഷ്ടപ്പാടുകൾ നമ്മുടെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. കർമ്മദോഷത്താൽ ഈ ദുരിതങ്ങൾ നമ്മളെ ജീവിതത്തിലുടനീളം പിന്തുടരുകയും ചെയ്യുന്നു. ഇതിൽ കടമാണ് എല്ലാവരും നേരിടുന്ന പ്രധാനമായ വലിയ പ്രശ്നം. ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ചില ലളിതമായ വഴികളുണ്ട്. സർവ്വദുരിത നിവാരിണിയായ വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് 3 മഞ്ഞൾ കഷ്ണങ്ങൾ ഒരുമിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കുന്ന കടത്തിൽ നിന്നും മോചനം ലഭിക്കും. ദേവീ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഇതിന് പരമപ്രധാനമായ സമയങ്ങൾ. ഈ സമയങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിച്ചാൽ ഈ കടത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. കടബാധ്യത കുറയ്ക്കുവാനും എത്രയും വേഗം കടം വീട്ടുവാനും ജീവിതത്തിൽ വീണ്ടും വീണ്ടും കടം വാങ്ങുന്നത് ഒഴിവാക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് വരാഹി ദേവിക്ക് മുൻപിൽ പ്രാർത്ഥിച്ച് 3 മഞ്ഞൾ കഷ്ണങ്ങൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയാൽ കടം തിരിച്ചടച്ച് കടത്തിൽ നിന്നും വേഗത്തിൽ കരകയറാൻ നിങ്ങളെ സഹായിക്കും. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും തുടങ്ങുന്നതിന് മുന്നേയും നമ്മൾ നല്ല ദിവസവും നല്ല സമയവും നോക്കുന്നു. എന്നാൽ വായ്പ എടുക്കുകയാണെങ്കിൽ പോലും കടം തിരിച്ചടയ്ക്കാൻ ആർക്കും സാധിക്കാതെയും വരുന്നു. അതിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന വീഴ്ചകൾ ഉണ്ടാവുന്നതും. കടം വീട്ടാനുള്ള തിടുക്കത്തിൽ പലപ്പോഴും വീണ്ടും വീണ്ടും കടം കൂടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നു. എന്നാൽ ഈ സാഹചര്യം മാറാൻ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോടും കടം വാങ്ങാതെ ജീവിക്കുവാനാണ്.
അതിനായി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുമുണ്ട്. ദിനം തോറുമുള്ള ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ജീവിതത്തിലെ നമ്മുടെ നിലനിൽപ്പ് തന്നെ പണത്തെ ആധാരമാക്കിയാണ്. അധ്വാനിച്ചു കിട്ടുന്ന വളരെ തുച്ഛമായ തുകയായിരുന്നാലും അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നവരാണ് നമ്മൾ. പണത്തെ സ്വാധീനിച്ച് കടബാധ്യത ഇല്ലാതാക്കി കടബാധ്യതയിൽ നിന്നും മുക്തരാകുവാനും വരാഹി ദേവി നമ്മളെ സഹായിക്കും. അതിനായി ദേവിക്ക് മുൻപിൽ നമ്മൾ ഈ പരിഹാരം ചെയ്യണം. മഞ്ഞൾ പരിഹാരങ്ങൾ. മഞ്ഞളിന് ശരീരത്തിന് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കാനുള്ള വാസ്തുതന്ത്രങ്ങൾ ചെയ്യുവാൻ സ്വാധീനിക്കുന്ന പ്രധാനമായ ഒന്നാണ്. ആയുർവേദ ഔഷധങ്ങളിൽ മഞ്ഞൾ അമൃതത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും താന്ത്രിക വസ്തുവിനത്തിൽ ഒന്നാമതുമാണ്. മഞ്ഞൾ നമ്മുടെ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഊർജ്ജസ്വലമായ ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ എന്നത്. പാചക ആവശ്യങ്ങൾക്കപ്പുറം സമ്പത്ത് ആകർഷിക്കുവാനും സർവദോഷ പരിഹാരിയും കൂടിയാണ് മഞ്ഞൾ എന്നത്. ഔഷധമൂല്യമുള്ള ഈ മഞ്ഞൾ വിവിധ സംസ്കാരങ്ങളിൽ വിശുദ്ധി, സമൃദ്ധി, പോസിറ്റീവായ ഊർജം എന്നിവയും പ്രതീകമായൊക്കെ നമ്മൾ കണക്കാക്കുന്നതാണ്. അതിൻ്റെ സ്വർണ്ണ നിറം സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമൃദ്ധിയുടെ സാർവത്രിക പ്രതീകമാണ് മഞ്ഞൾ. ഐശ്വര്യത്തെ കൊണ്ടുവരുവാനും വീട്ടിലുണ്ടാവുന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുവാനും നമുക്കൊക്കെ ഉപയോഗിക്കാം മഞ്ഞൾ കഷ്ണം. ഇഞ്ചി കുടുംബത്തിലെ അംഗമായ മഞ്ഞൾ തിളക്കമുള്ള മഞ്ഞ സുഗന്ധവ്യഞ്ജനമായ ഔഷധപരമായും സാംസ്കാരികപരമായും അർഹിക്കുന്ന ഒന്നാണ്. ഏതൊരു ശുഭകാര്യങ്ങൾക്കും മഞ്ഞൾ കലക്കി നമ്മൾ വീടിനു ചുറ്റും അല്ലെങ്കിൽ ഓഫീസിനു ചുറ്റുമൊക്കെ ഗണപതി ഹോമം തുടങ്ങിയ ഹോമങ്ങളിലൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തളിക്കുന്നു. ഇത് ഏറ്റവും ശുദ്ധിയായ ഒന്നുമാണ്. ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും മഞ്ഞളിൻ്റെ ഊർജ്ജസ്വലമായ സ്വർണ്ണ നിറം അതിനെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാക്കി മാറ്റി. വരാഹി ദേവിയുടെ അനുഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കടബാധ്യതകൾ ഇല്ലാതാക്കുവാൻ വാസ്തു സമ്പ്രദായത്തിലെ തന്നെ മഞ്ഞൾ പരിഹാരം പണസംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. മാസം തോറും ഈ ലളിതമായ പരിഹാരം ചെയ്താൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി പണത്തിൻ്റെയും സമൃദ്ധിയുടെയും തുടർച്ചയായ ഒഴുക്ക് നമ്മളിൽ വന്നു ചേരും. ഈ പ്രതിവിധിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വരാഹി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും അതിനായി നമുക്ക് വേണം. ശുക്ലപക്ഷത്തിലെ ആദ്യ വെള്ളിയാഴ്ചയോ പൗർണമി ദിവസങ്ങളോ ഇതിനായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ ഒരു പരിഹാരമാണ്. ഈ പരിഹാരത്തിനായി വേണ്ടത് 3 വിരൽ വലിപ്പമുള്ള മഞ്ഞൾ കഷ്ണങ്ങളും ഒരു ചുവന്ന തുണിയും മാത്രമാണ്. കുളിച്ച് ശുദ്ധിയായി ബ്രഹ്മമുഹൂർത്തത്തിലോ ത്രിസന്ധ്യ കഴിഞ്ഞോ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. വരാഹി ദേവിക്ക് മുൻപിൽ ഒരു വിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ 12 നാമങ്ങൾ ചൊല്ലി ഈ ഒരു പരിഹാരം ചെയ്യാം. അതിനായി ഒരു വാഴയിലയിൽ കുറച്ച് പുഷ്പങ്ങൾ എടുക്കുക. മറ്റൊരു വാഴയിലയിൽ നമ്മൾ എടുത്തിട്ടുള്ള ചുവന്ന തുണിയും മഞ്ഞൾ കഷ്ണങ്ങളും വയ്ക്കുക. ഓരോ പുഷ്പങ്ങളും എടുത്ത് വരാഹി ദേവിയെ 12 നാമങ്ങൾ ചൊല്ലിയോ ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലിയോ പുഷ്പങ്ങൾ ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ അർപ്പിക്കുക. ദേവിയുടെ ചിത്രമില്ലാത്തവർ വരാഹി ദേവിയെ ഒരു വിളക്കായി സങ്കല്പിച്ച് ഈ ഒരു പരിഹാരം ചെയ്യാം. ചിത്രത്തിന് മുന്നിലിരുന്ന് വരാഹി ദേവിയുടെ നാമങ്ങൾ ചൊല്ലിയ ശേഷം നല്ല പോലെ പ്രാർത്ഥിച്ച് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ വരാഹി ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുക. സാമ്പത്തികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ആ ഒരു കാര്യം ദേവിയോട് ആവർത്തിച്ച് ഉരുവിടുക. ശേഷം ഈ മഞ്ഞൾ കഷ്ണങ്ങൾ
വരാഹി ദേവിക്ക് മുൻപിൽ ഇരുന്നു കൊണ്ട് തന്നെ ചുവന്ന തുണിയിൽ എടുത്തു വയ്ക്കുക. ദേവിക്ക് അർപ്പിച്ച കുറച്ച് പുഷ്പങ്ങളും എടുത്തു വയ്ക്കുക. എന്നിട്ട് ദേവിയെ മനസ്സാൽ നല്ല പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഞ്ഞൾ കഷ്ണങ്ങൾ മടക്കി കെട്ടിവെക്കുക. കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മഞ്ഞൾ കഷ്ണങ്ങൾ പൊട്ടിയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പട്ടുതുണിയിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഈ മഞ്ഞൾ കഷ്ണങ്ങൾ ഒരു വെള്ള നൂലുപയോഗിച്ച് കെട്ടുക. അതിനുശേഷം വരാഹി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഞ്ഞൾ കഷ്ണങ്ങൾ കെട്ടി നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ വടക്കു ദിശയിൽ വയ്ക്കുക. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ കടബാധ്യതകൾ പൂർണ്ണമായും തീർത്ത് നമ്മൾ അനാവശ്യമായി പണം ചിലവാക്കുന്നത് കുറയ്ക്കുവാനും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടബാധ്യതകൾ, പലിശക്കടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സഹായകമാകും. പണസംബന്ധമായ എല്ലാ ദുരിതത്തിൽ നിന്നും ദോഷത്തിൽ നിന്നും പൂർണ്ണ മുക്തി നമുക്കുണ്ടാവും. വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും പണവും സമൃദ്ധിയും നമ്മളിലേക്ക് കൂടുതലായി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മുടങ്ങാതെ തുടർച്ചയായി എല്ലാ മാസവും ഈ ഒരു പരിഹാരം ചെയ്യുക. ദേവിയുടെ അനുഗ്രഹം എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.